ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ നിങ്ങൾ ആരെ പിന്തുണയ്ക്കും? ഞാൻ ഇന്ത്യയെ പിന്തുണയ്ക്കും. പറയുന്നത് ഒരു ഇന്ത്യക്കാരനല്ല, പറയുന്നത് ഒരു പാകിസ്ഥാൻകാരനാണ്, പ്രധാനമായും ഒരു മതപണ്ഡിതനാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോഴിത് ആ റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൈറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് പാകിസ്ഥാനിലെ ഇസ്ലാമിക മതപണ്ഡിതൻ മൗലവി ഗുൽസാർ പറയുകയാണ്. ഖൈബർ പഖ്തൂൺഖ്വയിലെ ഒരു മതപണ്ഡിതനാണ്, ഇസ്ലാമിക മതപണ്ഡിതനാണ് ഇദ്ദേഹം. പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജയിൽ പീഡനം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹിന്ദുക്കൾ ഒരിക്കലും തങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കാറില്ലെന്നും പാകിസ്ഥാൻ പട്ടാളക്കാർ ജയിലിൽ നടത്തുന്ന പീഡനം എത്രയോ ക്രൂരമാണെന്നുമാണ് ഇപ്പോൾ ഈ മൗലവി ഗുൽസാർ പറയുന്നത്. ഖുറാനെ തൊട്ട് സത്യം ചെയ്യുന്നു, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള വാചകം. യഥാർത്ഥത്തിൽ ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം വാചകമല്ല, ബലൂചിസ്ഥാൻ മേഖലയിലുള്ള സകല ജനങ്ങൾക്കും ഇന്ത്യയോടാണ് കൂറ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ പല റിപ്പോർട്ടുകളായി നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. അതേസമയം ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പാകിസ്ഥാൻ വലിയൊരു വ്യോമാക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഈ വ്യോമാക്രമണത്തിൽ അവിടെ മരണപ്പെട്ടവരിൽ പിഞ്ചു കുട്ടികളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ഖൈബർ പഖ്തൂൺഖ്വയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പട്ടാളം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പോലീസ് അവിടെ വലിയ രീതിയിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ലോകരാജ്യങ്ങളോട് നിരന്തരം ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലുള്ള ജനങ്ങളും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ബലൂചിസ്ഥാനിലുള്ള ജനങ്ങളും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയോടാണ് അവർക്ക് കൂറ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ പാക് അധീന കശ്മീരിലും ഇതേ ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇന്ത്യയോട് അല്ലെങ്കിൽ ഇന്ത്യൻ ജനത്തിനോട് അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിനോട് കൂറ് പുലർത്തുന്ന ഒരു ജനമായി അവർ മാറിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ സർക്കാരിൻ്റെ വർഷങ്ങളായിട്ടുള്ള 70 വർഷത്തോളമുള്ള അവഗണനയും പോരാത്തതിന് ഇന്ത്യയുടെ ഈ വളർച്ചയും, രണ്ടാമത്തെ കാര്യം ഇവിടെയുള്ള ജനങ്ങളെ ഈ പാക് പട്ടാളം അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നത്, സമാനതകളില്ലാത്ത പീഡനമാണ് ഇവർ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.